ഇത് കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽപ്പെട്ട സ്ഥലമാണ്. കറുകുറ്റി പള്ളിയങ്ങാടി അരീക്കൽ റോഡ് ലേഡീസ് ക്ലബിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടുന്ന് കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഈ വഴിയരികിൽ ഏതാണ്ട് ഒരു 20-25-30ഓളം പട്ടികൾ, തെരുവ് നായ്ക്കൾ, അത് ആരാന്നറിയില്ല, ഇതിനെ പല ഭാഗങ്ങളിലും കോഴി വേസ്റ്റും ഇറച്ചിക്കടകളിൽ നിന്നുള്ള വേസ്റ്റും ഫുഡ് വേസ്റ്റും കൊണ്ടുവന്ന് പട്ടികൾക്ക് തീറ്റ കൊടുക്കലും പൊതുജനങ്ങൾക്ക് സ്വൈരമായിട്ട് നടക്കുന്നതിനോ വാഹനത്തിൽ പോകുന്നതിനോ പള്ളിയിൽ പോകുന്നതിനോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതിനോ ഒരു ആസ്പത്രി പോകുന്നതിനോ സാധിക്കാത്ത വിധം, എന്തിനു പറയുന്നു, വൈകുന്നേരം രാവിലെ നടക്കുന്നവർക്ക്, ഈവനിങ് വാക്കിനും മോർണിംഗ് വാക്കിനും നടക്കുന്നവർക്ക് പോലും പട്ടികളെ കൊണ്ട് വലിയ ശല്യമായിരിക്കുകയാണ്. ഇന്നലെ ഒരു ദുരനുഭവം ഞാൻ നേരിൽ കണ്ടതാണ്. എൻ്റെ പേര് സജീവ് ഫ്രാൻസിസ് എന്നാണ്. ഞാൻ ഈ തെക്കേങ്ങാടിയിലാണ് താമസിക്കുന്നത്. കറുകുറ്റി പള്ളിയുടെ 3 ചേച്ചിമാർ ഇതിലെ വൈകുന്നേരം നടക്കാൻ പോകുന്നു. ആ നടക്കാൻ പോകുന്ന സമയത്ത് 5-6 പട്ടിയോടത്തോളം അവർ 3 പേരെ ഓടിക്കുന്നു. അതിൽ ഒരു ചേച്ചി മാത്രമേ ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവസാനം ആ ചേച്ചി ഇത്തിരി വണ്ണമുള്ള ചേച്ചി ആയിരുന്നു. ആ ചേച്ചി ഇട്ട ഷോള് പട്ടിക്ക് ഊരി ഇട്ട് കൊടുക്കുകയും അവരെ പേടിച്ചിട്ട് അവർ മുട്ടുകുത്തിയോട് വീഴുകയും ചെയ്തു. അതിനുശേഷം വൈകിട്ടും ഇതേമാതിരി തന്നെ ഒരു ചേട്ടനെ ഓടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പല വട്ടങ്ങളിലും ഇതിൻ്റെ അധികാരികളെ, പഞ്ചായത്ത് അധികാരികളെയും വാർഡ് മെമ്പറെയും അറിയിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇത് കറുകുറ്റി 13-ാം വാർഡിൽ മാത്രമല്ല, കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ മൊത്തം ഈ പട്ടികളുടെ ശല്യമുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പാലിശ്ശേരി എടക്കുന്ന് മുന്നൂർപ്പള്ളി ഏഴാറ്റൂർ ഭാഗത്തുണ്ടെങ്കിൽ ആനയും പുലിയാണ്. ഇത് ഞങ്ങൾ എന്താ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ളൊരു ചോദ്യം. ഇത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ 2 പേര് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളാണ്. രാവിലെ പള്ളിയിൽ പോകുന്ന ആളുകളാണ്. പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. ഇവിടെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളെ വിളിച്ച് ഉണർത്തിയിട്ടാണ് ഇവർ പട്ടികളിൽ നിന്ന് ഈ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം, പട്ടിക്ക് വിഷം കൊടുക്കാനോ പട്ടിക്ക് കൊല്ലാനോ അല്ല നമ്മൾ പറയുന്നത്. ഇതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ഇതിനെ ഏറ്റെടുത്ത് നടത്തുന്ന പല ഷെൽട്ടറുകളും പല സ്ഥലങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം ഗ്രാമപഞ്ചായത്തും അതിൻ്റെ അധികാരികളും ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഈ പട്ടികളെ കറുകുറ്റിയുടെ ഈ ഭാഗത്തു നിന്ന് മാറ്റി അവരെ അവരുടേതായ ഷെൽട്ടറിലേക്ക് കൊണ്ട് ആക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാവിലെ എഴുന്നേറ്റ് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകാൻ തന്നെ ഒരു ആരെങ്കിലും വന്നാൽ തടുക്കാനൊരാൾ വേണ്ടേ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ എവിടം വരെ വന്നാലും ഈ പെണ്ണുങ്ങളൊക്കെ കൂടി അങ്ങോട്ട് ഒരുമിച്ചപ്പോൾ വരുന്നൊരു സമയമുണ്ട്. അവർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി അവർക്ക് പോകാം, നമുക്ക് പിന്നെ നടക്കാൻ പറ്റില്ലല്ലോ. ആ നിലയ്ക്ക് വരുമ്പോൾ അവിടെ നിൽക്കും, പട്ടി കടിക്കിട്ട് കടിക്കാണ്ട് ഇതുവരെ രക്ഷപ്പെട്ടു. പിന്നെ ഇവരെയൊക്കെ ഓടിക്കാറുണ്ട്. സൈക്കിള് കാണുമ്പോഴാണ് പട്ടികൾക്ക് കൂടുതൽ ഇത്. സൈക്കിളിൻ്റെ പിന്നാലെ ഓടി ആവശ്യങ്ങൾ വീഴും, അങ്ങനെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ രാവിലെ 4:30 മണിക്ക് എനിക്ക് ഞാൻ പള്ളിയിലേക്ക് വരും. ആ വരുന്ന സമയത്ത് തന്നെ പട്ടിയുടെ ഇറങ്ങുമ്പോൾ തന്നെ തുടങ്ങിയ പട്ടിയുടെ ശല്യമാണ്. നിവൃത്തിയില്ലാണ്ട് ഒന്ന് കഴിയുമ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് അങ്ങോട്ട് പോകും. അങ്ങനെ കടിക്കാതെ ഇതുവരെ നടന്നു. എന്നാലും പട്ടി വരുമ്പോൾ പേടിയാണ് നമുക്ക്. ഈ വടി കുത്തി അങ്ങനെ നിൽക്കും. അങ്ങനെ എന്തെങ്കിലും കടിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ നിന്ന് പോണു. ഇതുവരെ ഒരു നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും അതിനെ ഒഴിവാക്കണം, നമുക്ക് അതാണ് ആവശ്യം. അതെ. എൻ്റെ പേര് കുര്യാക്കോസ്. ഞാൻ കറുകുറ്റി പഞ്ചായത്തിലെ 13-ാം വാർഡിൽ മെമ്പറാണ്. ഞാൻ രാവിലെയും വൈകിട്ടും നടക്കുന്ന ആളാണ്. ഞാൻ ഇന്നലെ വൈകിട്ട് നടന്ന് ഇതിൽ പോരുന്ന സമയത്ത് ആ ചക്കീർ സാറിൻ്റെ പടിക്ക് വെച്ചൊരു 5-6 പട്ടികൾ എൻ്റെ പുറകെ ഓടി വന്നു. സത്യത്തിൽ എനിക്കങ്ങനെ ഓടാൻ പാടില്ല, കുഞ്ഞൊരു കല്ലെടുക്കാൻ വരെ പറ്റില്ല. അപ്പം ഞാനത് പേടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാൻ നിൽക്കുമ്പോഴാണ് പട്ടികൾ, എൻ്റെ ദൈവാധീനം, പട്ടികളെ പറമ്പിലേക്ക് ഓടിപ്പോയി. അതുപോലെ രാവിലെ ഞാൻ പേടിച്ചിട്ട് എൻ്റെ വീടിൻ്റെ മുകളിലാണ് നടക്കണത്. റോട്ടിലിറങ്ങി നടക്കണില്ല ഇപ്പോൾ പട്ടീനെ പേടിച്ചിട്ട്. വീട്ടിൽ രാത്രി വന്ന് കോഴിനെ കൊണ്ടുപോയിട്ടുണ്ട്. പല പ്രാവശ്യം വീട്ടിൽ വന്ന് കോഴികളെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് പട്ടികൾ. പട്ടിയുടെ ഭയങ്കര ശല്യമാണ് ഇപ്പോൾ വാർഡിലുള്ളത്. അപ്പം അതിനൊരു പരിഹാരം വേണം, അത്രേ ഉള്ളൂ. ഞാൻ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ അംഗമാണ്. ഞാൻ മരിയൻ നഗർ റെസിഡൻസ് അസോസിയേഷനിലാണ് എൻ്റെ വീട്. അതുപോലെ തന്നെ 3 അസോസിയേഷനിൽ വേറെയുണ്ട്. ഇവിടെ ST കോൺവെൻ്റ് ഉണ്ട്, അരീക്കൽ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. എൻ്റെ പേര് ലിബിൻ കുര്യൻ.
എൻ്റെ 2 മക്കളെ എല്ലാ ദിവസവും ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ തെരുവുനായികൾ വണ്ടിയുടെ സ്കൂട്ടർമയാണ് ഞാൻ കൊണ്ടുപോകാറ്, പിന്നാലെ ഓടി വരാറുണ്ട്. എവിടെ നോക്കിയാലും തെരുവുനായ്ക്കളാണ്. ഒരു 10-20 എപ്പോഴും ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. മിക്ക ദിവസങ്ങളിലും കഷ്ടിച്ചാണ് നമ്മൾ രക്ഷപ്പെട്ട് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയാക്കുന്നത്. അതാണ് തന്നെ വിടാനായിട്ട് നമുക്ക് മടിയും പേടിയുമാണ് സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു 6 മാസം മുന്നേ എൻ്റെ വീട്ടിലെ ഫ്രണ്ടിലുള്ള, അതായത് എൻ്റെ ഇളയപ്പൻ്റെ ഒരു 4 ആടുകളെ തെരുവുനായ്ക്കൾ ആക്രമിച്ച് കൊന്നിരുന്നു. അന്ന് ഇതുപോലെയൊക്കെ അധികാരികളൊക്കെ വിളിച്ച് പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അതിന് ഇതുവരെ ഒരു ശാശ്വത പരിഹാരമൊന്നും കണ്ടിട്ടില്ല. ഇനിയെങ്കിലും തെരുവുനായയുടെ ശല്യം കുറയാനായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം അധികാരികൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ സ്കൂൾ വിട്ട് പോരുമ്പോൾ പിള്ളേർക്കും ഒക്കെ ഭയങ്കര ശല്യമായിട്ടാണ് ഈ നായക്കൂട്ടങ്ങൾ നടക്കുന്നത്. എല്ലാവരെയും ആക്രമിക്കാനൊക്കെ വരുന്ന സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ, ഞാൻ വിൻസെന്റ് ഇപ്പോൾ പ്രവർത്തകനാണ്, ഓരോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ പറയുന്നത് നായ്ക്കളുടെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല എന്നുള്ളതാണ് കൂടുതലും അവർ ഇതേ പറയുന്നത്. വീണ്ടും നായ്ക്കളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോട്ടിൽ കൂടെ. കൂട്ടായിട്ടാണ് എപ്പോഴും വരാറുള്ളത്. ഇന്നിപ്പോ ഒറ്റയായിട്ട് ഇപ്പൊ അലിഞ്ഞടക്കാണ്. അതെ അവിടെ നിന്ന് തുടങ്ങി പിന്നെ നായ്ക്കളുടെ കൂട്ടം കൂടെ ഇരിക്കുള്ളൂ. 5-6 നായ്ക്കൾ ഒരുമിച്ചാണ് എല്ലാവരെയും ആക്രമിക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ ഉള്ള അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 13 നമ്മുടെ വീട്ടിൽ സാധാരണ 10 മണി 8 മണി കഴിഞ്ഞാൽ 10-12 പട്ടികൾ വന്ന് ഇറക്കാലിക്കാൻ വേറത്തും കയറി ചെരുപ്പും ഓരോ ഓടിക്കാനും മിറ്റത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് എന്താ വേണ്ടത് നടപടി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരെണ്ണല്ല 2 5-10 ഉണ്ടാവും. പുറത്തേക്ക് ഇറങ്ങുന്ന വാഴക്ക് കിടക്കാതിരിക്കും. പരിക്കത്ത് കയറുന്ന നടക്കലുന്ന രാത്രി ഞാൻ കാലത്ത് പോകുമ്പോൾ 5-6 ഉണ്ട്. 5 മണിക്ക് 4 മണിക്ക് 5 മണിക്ക് പോകുമ്പോൾ 5-6 ഉണ്ടാവും. ചാടി വന്നിട്ടുണ്ട്. ഞാൻ 5 മണിക്ക് 5:15 പോകണ്ട പള്ളിയിലേക്ക്. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നവര് ഈ കറുകുറ്റി 13-ാം വാർഡിലെ 3 അസോസിയേഷനിലെ മെമ്പർമാരാണ്. ഞാനും ഈ വക്കച്ചൻ ചേട്ടനും അരീക്കൽ റെസിഡന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ അസോസിയേഷനിലെ മെമ്പറും, ലിബിൻ കുര്യൻ മരിയൻ നഗർ റെസിഡൻസ് അസോസിയേഷനും, കുര്യാക്കോസേട്ടനും ടോമിയും SD കോൺവെന്റ് റോഡ് അസോസിയേഷനിലുള്ളതാണ്. ഇത് ഈ 3 അസോസിയേഷനിൽ ഉൾപ്പെട്ട പ്രശ്നങ്ങളല്ല. ഇത് 13-ാം വാർഡിലെ മെമ്പറെ ഡയറക്റ്റ് ഫോണിൽ കൂടെയും അവരുടെ വാട്സപ്പിലൂടെയും ഇതിൻ്റെ മെസ്സേജുകൾ ഞാൻ അയച്ചു കഴിഞ്ഞപ്പോൾ മെമ്പർ എനിക്ക് തന്ന റിപ്ലൈ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സജീവേട്ട, ഇത് കറുകുറ്റി നമ്മുടെ വാർഡിൽ മാത്രമല്ല കറുകുറ്റി പഞ്ചായത്തിൽ മൊത്തത്തിൽ ഈ പട്ടികളുടെ ശല്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷേ പട്ടീനെ കൊല്ലാനോ പട്ടീനെ നശിപ്പിച്ച് കളയാനോ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാനും ഒരു മൃഗസ്നേഹിയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പട്ടീനെ വളർത്തുന്ന ആളാണ്. നമ്മൾ പെറ്റ് ഡോഗിനെ വളർത്തണം. അപ്പം നമുക്ക് ഒരു കാരണവശാലും പട്ടീനെ നമ്മൾ വേറെ രീതിയിൽ നശിപ്പിക്കാനല്ല. ഞാൻ എൻ്റെ ബുദ്ധി അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇതിന് ഷെൽട്ടർ ഉണ്ട്, പല സ്ഥലങ്ങളിലും ഷെൽട്ടർ ഉണ്ട്. ആ ഷെൽട്ടറിൽ വന്നു കഴിഞ്ഞാൽ അവരിതിനെ ദത്തെടുത്ത് കൊണ്ടുപോയിക്കോളും. നമുക്ക് 1 രൂപ ചെലവില്ല. അപ്പോൾ ആൾക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നാണ് പറയണത്. എറണാകുളം ജില്ലയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എറണാകുളം ഭാഗത്ത് ഒരുപാട് ഷെൽട്ടറുകൾ, ഈ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്ന ഷെൽട്ടറുകളുണ്ട്. ജോസ് മാവേലി എന്ന ആ വ്യക്തി ഇതിന് വേണ്ടിയിട്ട് മാത്രം, ഈ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം ഞാൻ അവരെ ഇന്നലെ മെമ്പറെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇനി ആ രീതിയിൽ നീങ്ങണമെന്ന് ചോദിച്ചു. അപ്പോൾ മെമ്പർ ഇന്ന് എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഞ്ചായത്തിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തീരുമാനമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇത് തെരുവ് നായ്ക്കളുടെ പ്രശ്നം. കറുകുറ്റി പഞ്ചായത്തിന് വടക്കേറ്റത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുലി മുതൽ ആന വരെയുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണത്. പക്ഷെ ചെയ്യേണ്ട വഴികളിലൂടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. നമ്മൾ ഈ മെമ്പർമാരെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് നമ്മുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇപ്പോൾ ഭരണം കഴിയാൻ പോണ്, ഇനി അടുത്ത ഭരണസമിതിയിൽ ഇവരുണ്ടാകില്ല. അപ്പം നമുക്ക് ഇവിടെ നാളെയും ജീവിക്കണ്ടേ? അതിനുള്ളൊരു വഴി ദയവ് ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതിൻ്റെ അധികാരികളും ഇടപെട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ട് ഇതൊരു ശാശ്വത പരിഹാരം പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.